നമുക്കറിയാം നമ്മുടെ പോർഷൻ ട്രാക്കറിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള മുഴുവൻ ഗുണഭോക്താക്കളെയും, പ്രത്യേകിച്ച് THR സ്വീകരിക്കുന്ന മുഴുവൻ ഗുണഭോക്താക്കളെയും 2-way ഓതൻറ്റിക്കേഷന് വിധേയമാക്കണമെന്നുള്ള നിർദ്ദേശവും ഉത്തരവുമുണ്ട്. ആയതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത്തരം മാസമായിട്ട് ജനങ്ങളിലേക്ക് ഒരു ക്യാമ്പയിൻ നടത്തി ഗുണഭോക്താക്കളിലൂടെ ഇതെല്ലാം വെരിഫൈ ചെയ്ത് വരുന്നത്. ഇതെല്ലാം പൂർത്തിയാക്കിയിട്ടും കൃത്യമായി THR കൊടുക്കാൻ കഴിയാതെ മുടക്കം വരുന്ന ഒരുപാട് സാഹചര്യങ്ങൾ നിലവിലുണ്ട്. അത് ഏതൊക്കെയാണ് എന്നുള്ളത് ടീച്ചർമാർ മുൻകൂട്ടി അറിഞ്ഞിരിക്കണം. അത് വിശദീകരിച്ചുകൊണ്ടുള്ള ഒരു സെഷനാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. നമുക്കറിയാം, ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും 6-3 കുട്ടികളുമാണ് THR സ്വീകരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ മുലയൂട്ടുന്ന അമ്മയ്ക്കും അതേപോലെ തന്നെ ഗർഭിണികൾക്കും അവരുടെ തന്നെ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടായിരിക്കണം പ്രൊഫൈൽ പോർഷൻ ട്രാക്കിൽ ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഒപ്പം തന്നെ അവരുടെ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തിയായിരിക്കണം KYC കംപ്ലീറ്റ് ആക്കേണ്ടത്. അതുപോലെ തന്നെയാണ് അവരുടെ ഫോട്ടോ എടുത്തുകൊണ്ടാണ് FRS പൂർത്തിയാക്കേണ്ടത്. എന്നാൽ 6-3 കുട്ടികൾക്ക് നമുക്ക് തുടക്കം മുതലേ ഒരു ഇളവുണ്ടല്ലോ. അതായത് എല്ലാ കുട്ടികൾക്കും ആധാർ കാർഡ് ഇല്ലാത്ത സാഹചര്യമുണ്ട്. അത്തരം സാഹചര്യങ്ങളാണ് ഈ ഒരു ഇളവ് നിലവിൽ വന്നത്. അതുകൊണ്ട് തന്നെ ആ കുട്ടിയുടെ അമ്മയുടെയോ അല്ലെങ്കിൽ അച്ഛൻ്റെയോ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെയോ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ആ കുട്ടിയുടെ 2-way ഓതൻറ്റിക്കേഷൻ പൂർത്തിയാക്കാൻ കഴിയും. അതായത് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാനും ഒപ്പം 2-way ഓതൻറ്റിക്കേഷനും പൂർത്തിയാക്കാൻ കഴിയും. ഈ ഭാഗം പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ 2-way ഓതൻറ്റിക്കേഷൻ ചെയ്യുന്നത് ആരുടെ ആധാർ കാർഡ് വെച്ചിട്ടാണോ ആ കുട്ടിയുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തത് അവരുടെ തന്നെ ആയിരിക്കണം KYC FRS ചെയ്യേണ്ടത്. ഉദാഹരണത്തിന് ആ കുട്ടിയുടെ അമ്മയുടെ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തിയാണ് ആ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തതെങ്കിൽ ഒന്നല്ലെങ്കിൽ അമ്മയുടെ KYC നിർബന്ധമായിട്ട് എടുക്കുക. അമ്മയുടെ ഫോട്ടോ ആണ് FRSന് വേണ്ടി വിധേയമാക്കേണ്ടത്. എന്നാൽ ആദ്യം തുടക്കത്തിൽ ആ കുട്ടിയുടെ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്തത് തന്നെ ആ കുട്ടിക്ക് ആധാർ ഉണ്ട്, ആധാർ ഉപയോഗപ്പെടുത്തിയാണെങ്കിൽ KYC ചെയ്യുന്ന സമയം 3 ഓപ്ഷനുകൾ ഉണ്ടാവുമല്ലോ. അതായത് ആരുടെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് KYC പൂർത്തിയാക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ അവിടെ അമ്മയുടെ, അച്ഛൻ്റെ അല്ലെങ്കിൽ ഗാർഡിയൻ്റെ എന്നുള്ള ഓപ്ഷൻ വരുമ്പോൾ അവിടെ നമുക്ക് ഉറപ്പായിട്ടും അച്ഛൻ്റെയോ രക്ഷിതാവിൻ്റെയോ അമ്മയുടെയോ കൊടുക്കാം. ഇപ്പോൾ അച്ഛൻ്റെയാണ് കൊടുക്കുന്നതെങ്കിൽ അച്ഛൻ്റെ ആധാർ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് ചോദിക്കുന്നുണ്ട്. അവിടെ അച്ഛനെന്ന് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അച്ഛൻ്റെ ആധാർ കാർഡ് കൊടുത്ത് മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താ, അച്ഛൻ്റെ KYC ആധാർ പ്രകാരം KYC പൂർത്തിയാക്കുന്നു. ഒപ്പം അച്ഛൻ്റെ ഫോട്ടോ ആണ് അവിടെ എടുക്കേണ്ടത്. എന്നാൽ ഈ സാഹചര്യം എല്ലാം പൂർത്തിയാക്കി കഴിയുന്ന സമയം ടീച്ചർക്ക് വന്ന സംശയമാണ്, ടീച്ചർക്ക് THR കൊടുക്കാൻ പറ്റുന്നില്ല, അത് എന്തൊക്കെയോ എറർ കാണിക്കുന്നുണ്ട്, മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ സമയത്ത് നമുക്ക് ചെക്ക് ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലൊരു പ്രശ്നം നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തത്. അത് നിങ്ങൾക്കും ഇത്തരത്തിലൊരു പ്രശ്നം ഉണ്ടാവും. അത് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ നമ്മൾ ടീച്ചർ ഇത്തരത്തിൽ പ്രശ്നം പറഞ്ഞപ്പോൾ നമ്മൾ ചെക്ക് ചെയ്തതാണ്. ഈ ചെക്ക് ചെയ്ത സമയം നമുക്ക് കാണാൻ കഴിഞ്ഞത് ഇവിടെ കുട്ടിയുടെ ആധാർ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ആ കുട്ടിയുടെ പ്രൊഫൈൽ തന്നെ പോർഷൻ ട്രാക്കറിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ആ സാഹചര്യത്തിൽ 2-way ഓതൻറ്റിക്കേഷൻ ചെയ്യുന്ന സമയം ആർക്ക് വേണമെങ്കിലും നമുക്ക് അമ്മയുടെയോ അച്ഛൻ്റെയോ അല്ലെങ്കിൽ രക്ഷിതാവിൻ്റെയോ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിൽ 2-way ഓതൻറ്റിക്കേഷൻ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇവിടെ അമ്മയെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇവിടെ THR സ്വീകരിക്കാൻ വരുന്ന ആൾ എന്നുള്ള രൂപത്തിൽ ഇവിടെ ടീച്ചർ കൊടുക്കാൻ ശ്രമിച്ചതെങ്കിൽ ഇവിടെ ടീച്ചർ ചെയ്തത് KYCയിലെ ഫോട്ടോ ടീച്ചർ എന്ത് ചെയ്തു, കുട്ടിയുടെ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തി KYC പൂർത്തിയാക്കി. നമുക്കറിയാലോ, ഇപ്പോൾ പോർഷൻ ട്രാക്കിൽ ആദ്യം തുറന്നു വരുന്നത് KYCൻ്റെ പേജാണ്. അത് കഴിഞ്ഞിട്ടാണ് ഫോട്ടോ വരുന്നത്. അപ്പോൾ ടീച്ചർ ഇവിടെ ആദ്യം ചെയ്ത് ആ കുട്ടിയുടെ തന്നെ KYC എന്ത് ചെയ്തു, വേഗം സബ്മിറ്റ് കൊടുത്ത് കുട്ടിയുടെ KYC പൂർത്തിയാക്കി. ഫോട്ടോ എടുക്കുന്ന ഭാഗം എത്തിയപ്പോൾ അവിടെ എന്ത് ചെയ്തു, അമ്മയുടെ ഫോട്ടോ എടുത്തു. സാഹചര്യം മനസ്സിലാക്കുക. അപ്പോൾ ഇത് രണ്ടാണ്. ഒരു ഗുണഭോക്താവിൻ്റെ തന്നെ വെരിഫിക്കേഷൻ 2ആയി മാറി. നമുക്കറിയാം, ആരുടെയാണോ ആധാർ കാർഡ് ഉപയോഗപ്പെടുത്തുന്നത് അവരുടെ തന്നെ ആയിരിക്കണം KYC ചെയ്യേണ്ടതും ഫോട്ടോ എടുക്കേണ്ടതും. ഇവിടെ 2ആയി മാറി എന്നുള്ളതാണ്. ഈ സാഹചര്യത്തിൽ ടീച്ചർ പൂർത്തിയാക്കിയത് 6-3 കുട്ടിയുടെ KYC പൂർത്തിയാക്കി. ഫോട്ടോ എടുക്കേണ്ട ഭാഗത്ത് അവിടെ അമ്മയുടെ ഫോട്ടോ എടുത്ത് സബ്മിറ്റ് ചെയ്തു. അപ്പോൾ ഈ സാഹചര്യത്തിലെല്ലാം പോർഷൻ ട്രാക്കറിലെല്ലാം ഓക്കെയാണ്. ഡബിൾ ടിക്ക് വന്നു. ടീച്ചർ എന്ത് ചെയ്തു, നേരെ പ്രൊഫൈൽ കാർഡിൽ പോയി ഇത് പ്രകാരം ബെനിഫിഷ്യറി ലിസ്റ്റിൽ പോയി 6-3 ക്ലിക്ക് ചെയ്ത് കുട്ടിയുടെ നേരെ സെൻറ്റർ ക്ലിക്ക് ചെയ്തപ്പോൾ അവിടെ എല്ലാം ഓക്കെയാണ്. ഡബിൾ ടിക്ക് വന്നു. KYC ഡബിൾ ടിക്ക് വന്നു. സെറ്റായി. അവിടെ ഫോട്ടോ എടുക്കുന്ന ഭാഗം ഡബിൾ ടിക്ക് വന്നു. സെറ്റായി. എല്ലാം ഓക്കെയാണ്. പെർഫെക്റ്റായി. 100% കംപ്ലീറ്റഡ് ആയി. ആ സാഹചര്യത്തിൽ ടീച്ചർ THR മാർക്ക് ചെയ്യാൻ വേണ്ടി ഡെയിലി ട്രാക്കിങ്ങിൽ പോയല്ലോ. ആ സമയത്ത് അവിടെ THR കൊടുക്കുന്ന ഭാഗം നേരെ ക്ലിക്ക് ചെയ്തപ്പോൾ എന്തായി, ആ കുട്ടിക്ക് THR കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം. അവിടെ ഫേസ് വെരിഫിക്കേഷൻ ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ ഫോട്ടോ വന്നു. അവിടെ ഫോട്ടോ എടുക്കുന്ന സമയം ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ മിസ്മാച്ച് എന്നാണ് കാണുന്നത്. അവിടെ ഫോട്ടോ ഒന്നും പതിയുന്നില്ല, മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യം നിലവിൽ വന്നു. അതെന്തുകൊണ്ടാണ്, കൃത്യമായി 2-way ഓതൻറ്റിക്കേഷൻ പൂർത്തിയായില്ല. അതായത് KYC ചെയ്തത് കുട്ടിയുടെയും ഫോട്ടോ എടുത്തതും രക്ഷിതാവിൻ്റെയും ആയിപ്പോയി. ഇത്തരത്തിലൊരു മിസ്മാച്ചാണ് അവിടെ സംഭവിച്ചത്. ഉറപ്പായിട്ടും മിസ്മാച്ച് എന്നുള്ള ഒരു എറർ മെസ്സേജ് കാണും. അപ്പോൾ ഈ സാഹചര്യത്തിൽ ടീച്ചർമാർക്ക് ഇത്തരം എററുകൾ വരാൻ സാധ്യതയുണ്ട്. ഇത് വരാതിരിക്കുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. താങ്ക്